ഹായ്, നമസ്കാരം. ഇപ്പം നമ്മൾ മലേഷ്യൻ യാത്ര പോയപ്പോൾ അതിനൊപ്പം എല്ലാവരും പോകുന്ന ഒരു പ്രധാന ഡെസ്റ്റിനേഷനാണ് ജെന്നിക് ഹൈലാൻഡ്സ്. നമ്മൾ യാത്രാനന്ദയുടെ കൂടെയാണ് പോയത്. ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഹൈലാൻഡ് ഏരിയ ആണ്. ഇപ്പോൾ നമ്മൾ തായ്ലൻഡിൽ പോയ ആ ഒരു നോങ്ചോക്ക് വില്ലേജ് പോലെ തന്നെ ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷനാണ്. ഒരു വൺ ഡേ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു ചുരം പോലത്തെ റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ആ റോഡൊക്കെ, ആ ഹൈവേസൊക്കെ വളരെ മനോഹരമായിട്ട് ബിൽഡ് ചെയ്ത റോഡ്സാണ്. 2 വേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാഫിക്കൊന്നും യാതൊരു പ്രശ്നമില്ല. നമ്മളങ്ങനെ ഒരു ഘാട്ട് റോഡിലൂടെ പോവുകയാണെന്നുള്ളൊരു ഫീലിംഗ് ഒന്നും നമുക്ക് എവിടെയില്ല. പിന്നെ അവിടെ നമ്മൾ എത്തുമ്പോഴാണ് അവിടെയൊക്കെയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ എത്ര കാലം മുന്നോട്ട് കണ്ടിട്ടാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രമാത്രം പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ഇപ്പോൾ മലേഷ്യയിൽ പോകുന്നവർക്കൊരു മസ്റ്റ് വാച്ച് ഡെസ്റ്റിനേഷനാണ് ശരിക്കും. അപ്പോൾ അവിടെ മാത്രമല്ല, നമ്മൾ ഏത് സിറ്റിയിൽ കോലാലംപൂരിലൊക്കെ നോക്കിയാലും എല്ലാ സ്ഥലത്തും ആ ഹൈവേസിൻ്റെ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നതും അവിടെയൊക്കെയുള്ളൊരു വൃത്തി, പിന്നെ എങ്ങും നമുക്ക് കാണാൻ സാധിക്കുന്ന വൃക്ഷങ്ങളുടെ ഒരു എന്താ പറയുക, നമ്മളൊരു ഫോറസ്റ്റിൻ്റെ നടുക്കൂടെയുള്ള റോഡുകൾ പോലെയാണ് റോഡുകളെല്ലാം. കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ തന്നെയാണ് എല്ലാ റോഡ് സൈഡിലുള്ള മരങ്ങളൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ ആ ഫോറസ്റ്റിലൂടെ ഉണ്ടാക്കിയതുപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മൾ ടൗണിൽ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ പോലും ഒരു ടൗണിലൂടെയാണ് പോകുന്നത് എന്ന് നമുക്ക് തോന്നില്ല എന്നുള്ളത്. എന്തായാലും ചെന്നത് ഒരു വീക്ക് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ ശരി അല്ല, ഇപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വരും കേബിൾ കാറിലേക്ക് നിന്നാണ്. കേബിൾ കാർ അവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷനാണ്. അപ്പോൾ അത് 4 പേർക്ക് ഇരിക്കാവുന്നതും 8 പേർക്ക് വരെ ഇരിക്കാവുന്നതുമായിട്ടുള്ള കേബിൾ കാറുകളുണ്ട്. എല്ലാം ഓട്ടോമാറ്റിക് സംവിധാനങ്ങളാണ്. ടിക്കറ്റ് QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് കേബിൾ കാറിൽ കയറി സുഖമായിട്ട് പോകും. അപ്പോൾ നമ്മൾ 8 പേരുണ്ടായിരുന്നു. ഒരു ചെറിയ മഴയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഞങ്ങൾക്ക് ഉണ്ടായത്. അപ്പോൾ താഴെ നമ്മൾ പുറപ്പെടുമ്പോൾ തന്നെ വലിയ വെയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു മൂടിയ അന്തരീക്ഷമാണ്. അല്പം തണുപ്പൊക്കെ, ചെറിയൊരു തണുപ്പ് ഒക്കെ ഉള്ള ഒരു കാലാവസ്ഥയായിരുന്നു. പക്ഷേ പോകെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ 2 സ്റ്റേഷൻസ് ഉണ്ട്. അതിൽ ടോപ്പ് സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഫസ്റ്റ് സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചൈനീസ് ടെമ്പിൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല. എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ചൈന ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു. കേബിൾ കാർ ഇങ്ങനെ മുകളിലേക്ക് പോയി കുന്തോറും താഴെ ഉള്ള റോഡ് ചെറുതായി വരുന്നത് നമുക്കങ്ങനെ കാണാം. അപ്പം അതിൽ തന്നെ ഓരോ കാറും അതുവരെ നമുക്ക് കാണാൻ പറ്റും. മേലെ മല ഇറങ്ങി വരുന്നതും മല കയറി പോകുന്നതും ഒക്കെ. അപ്പം അതിനൊപ്പം തന്നെ മലയിൽ താഴെ ആളുകൾ ജോലി ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. താഴെ പുല്ലും കാടും ഒക്കെ വെട്ടി വൃത്തിയാക്കാനും ഒക്കെ ആയിട്ട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിപ്പോൾ നമുക്ക് കാണാം, റോഡുകളുടെ വലിപ്പം കുറഞ്ഞു വരുന്നു. മലയിലേക്ക് നമ്മളിങ്ങനെ കയറി പോകും. അപ്പോൾ ദൂരെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ചൈനീസ് ടെമ്പിളിൻ്റെ ഒരു ടോപ്പ് ആണ് അവിടെ കാണുന്നത്. അവിടെ ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ട്. കുത്തനെയുള്ള മലയാണ്.
ഒരു സാഹസിക ജോലി തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ടെമ്പിള് നമുക്ക് കുറച്ചുകൂടി ടെമ്പിളിൽ ഞങ്ങൾ പോയില്ല. കാരണം പോകുമ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ അതല്ല, നമുക്ക് അവിടെ ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ലഞ്ച് അങ്ങനെ വഴിയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് നേരെ പോവാണ് ചെയ്തത്. ഇപ്പൊ ഈ ഒരു ടെമ്പിളിന്റെ അടുത്തായിട്ടാണ് ഫസ്റ്റ് സ്റ്റേഷൻ വരുന്നത്. കാറ്റ് വരുന്നുണ്ടോ? അതാ മേലെ മൂടല്ലോ. അപ്പൊ ഇതിലെങ്ങനെ നടന്ന് കയറി പോകാനുള്ള ഒരു വഴിയുണ്ട്. നമ്മളിപ്പോ തിരുപ്പതിയിലൊക്കെ പറയുന്ന മാതിരി നമുക്ക് നടന്ന് ഈ ടെമ്പിളിലേക്ക് വരാൻ ഉള്ള രീതിയിലുള്ള ഒരു വഴി. നടന്ന മീൻസ് അതില് എസ്കലേറ്റർ ഒക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നടക്കാം, ബാക്കി എസ്കലേറ്ററിൽ പോവാം. ആ രീതിയിലുള്ള ഫുൾ എസ്കലേറ്റർ സൗകര്യങ്ങളൊക്കെ എല്ലാം നനയാതെ പോകാവുന്നതാണ് സ്റ്റേഷൻ. ഇത് ഫസ്റ്റ് സ്റ്റേഷനാണ്. ആ സ്റ്റേഷൻ കഴിഞ്ഞതോടുകൂടി പ്രകൃതിയുടെ സ്വഭാവം നന്നായി മാറി. നല്ല കോടയായി, നല്ല തണുപ്പായി. അപ്പോൾ ആ ഒരു കേബിൾ കാറിനുള്ള ചെറിയ സുഷിരങ്ങളിലൂടെയൊക്കെ തണുപ്പിങ്ങനെ അരിച്ചു കയറാൻ തുടങ്ങി. ഗ്ലാസിന്റെ പുറത്തൊക്കെ മിസ്റ്റ് വന്നു. താഴേക്കുള്ള കാഴ്ചകൾ മങ്ങിത്തുടങ്ങി. അതൊരു കാഴ്ച തന്നെയാണ്. സാധാരണ നമ്മൾ വയനാട്ടിലും മൂന്നാറിലും ഒക്കെ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ള കോടമഞ്ഞ്. കാറ്റ് വലിയ ശക്തിയില്ലെങ്കിൽ പോലും കോട വന്നിട്ടേ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പോകെ പോകെ കട്ടി മഞ്ഞിന്റെ കട്ടി കൂടി കൂടി വന്ന് പുറത്തേക്ക് നമ്മളൊന്നും കാണാതായി. ഫോണിൽ കൂടെ കാണുന്നതുകൊണ്ടാണ് കുറച്ചെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത്. നേരിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതിലും മങ്ങിയിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഓരോരുത്തരും വീഡിയോസ് എടുക്കുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ നേരിട്ട് കാണുന്നതിനേക്കാളും കുറച്ചൊരു തെളിച്ചം ഫോട്ടോയും വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഫോണിലൂടെ കാണാൻ പറ്റും. ചെറിയ നേരത്തെ പറഞ്ഞില്ല, 4 പേർക്ക് പോകാവുന്ന കാറുകളുണ്ട്. നമ്മൾ കൂടുതൽ പേരുള്ള ഒരു ടീമായതുകൊണ്ട് പരമാവധി 8 പേര്, 24 പേരായിരുന്നു ഉള്ളത്. അപ്പോൾ 8 പേര് വീതം 3 കാറുകളിലായിട്ടാണ് ഞങ്ങള് പോയത്. മുകളിലേക്ക് പോയത് ഹൈറ്റ് കാണൂല, അതുകൊണ്ട് പേടിക്കണ്ട. താഴെയൊക്കെ പല നിർമ്മിതികളൊക്കെ അവ്യക്തമായിട്ട് കാണാൻ പറ്റും. സൈഡിൽ കാണുന്ന വലിയ ബിൽഡിംഗ്, അവിടെയുള്ള ജീവനക്കാർക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെന്റ്സ് ആണ്. 12,000-ഓളം ജീവനക്കാരാണ് അവിടെ വിവിധ മേഖലകളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ, ഒരു ചൈനീസ് പൗരന്റെ ഉടമസ്ഥതയിലുള്ള സംവിധാനമാണ് ഇത് മുഴുവൻ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 100 വർഷമൊക്കെ കണ്ട് പ്ലാൻ ചെയ്ത് എങ്ങനെയാണ് അവർ കാര്യം ചെയ്യുന്നത് നമുക്ക് അവിടെ എത്തിക്കഴിയുമ്പോൾ മനസ്സിലാവും. എല്ലാവർക്കും വളരെ വിസ്മരണീയമായൊരു അനുഭവമായിരുന്നു. നമ്മൾ ഇറങ്ങി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ള നല്ല ഒരു തണുപ്പും ഒപ്പം തന്നെ അവിടെയുള്ള ആ ഒരു കാഴ്ചകളുടെ ഒരു പരിമിതിയില്ലാത്ത കാഴ്ചകൾ, ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഡെക്കറേഷൻസൊക്കെ. ഇപ്പോൾ ക്രിസ്മസൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ, 1 മാസത്തിൽ കൂടുതൽ ബാക്കിയുണ്ട്. പക്ഷേ ആ ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഓരോ പോയിന്റും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെ നമ്മളങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ലഞ്ച്, പൂരങ്ങളുടെ പൂരം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ബുഫേ ആയിട്ടുള്ള ലഞ്ചായിരുന്നു. പക്ഷേ എടുത്താലും തീരാത്തത്ര വിഭവങ്ങളങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. സാധാരണഗതിയിലുള്ള മനുഷ്യന്മാർക്ക് എല്ലാം ഒന്ന് തൊട്ട് നാക്കിൽ വെക്കാൻ പോലും പറ്റാത്തത്ര വിഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഓരോ നൂക്ക് ആൻഡ് കോർണർ ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ആർട്ടിസ്റ്റിക്കായിട്ട് ഒരുക്കി അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ക്രിസ്മസ് വരുന്നതുകൊണ്ട്
ക്രിസ്മസിൻ്റെ പ്രത്യേക ഡെക്കറേഷൻസ് വേറെ ഉണ്ടായിരുന്നു. ഫുഡ് കോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അരമണിക്കൂറോളം ഫുഡ് കോർട്ടിലൂടെ നടന്നിട്ടാണ് ഞങ്ങൾക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞ. അത്രയും വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയ, ഫുഡിൻ്റെ ഏരിയ. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് നോക്കുമ്പോഴേക്ക് നമുക്ക് ആ ഒരു ത്രസിപ്പിക്കുന്ന ഒരു കാലാവസ്ഥ ലഭിച്ചു. ഇപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കത് തിരിച്ച് ഞങ്ങൾ താഴേക്ക് വരുമ്പോൾ ആ ഒരു ഭാഗം എല്ലാം ഭാഗവും ഇങ്ങനെ അലങ്കരിച്ച് എന്താ അതിനെ വാക്കുകൾ കൊണ്ട് എന്താണ് വിശദീകരിക്കേണ്ടതെന്നറിയില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ്. അപ്പോൾ അതിൽ താഴേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ഫൺ സോൺ ഉണ്ട്. ഫൺ സോൺ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, കുറച്ച് വലിയ ആളുകൾക്കും എല്ലാവർക്കും പറ്റുന്ന തരത്തിലുള്ള ഒരു പടി ആക്ടിവിറ്റീസ്. വളരെ കളർഫുള്ളായിട്ടുള്ള, വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളത് കുറച്ചൊക്കെ എല്ലാമൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണം. കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്തു, കുറച്ചൊക്കെ ചുറ്റി നടന്നു, കുറച്ചൊക്കെ ഫോട്ടോസ് എടുത്തു. കാണുമ്പോഴാണ് ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു ഡെപ്ത്, കുട്ടികളുടെ ഓരോ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന ആളുകളുടെ ഒരു ആരവം ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കൂടുതലായതുകൊണ്ട് അതൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചതാണ്. അതും കൂടി ആകുമ്പോൾ നമുക്ക് ശരിക്കൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമായിരുന്നു. എനിക്കൊരു കമൻറ്റ് ഇടുന്ന സമയത്ത് അത് കൂടി വരുമ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ ശബ്ദത്തിലായിരിക്കും അവിടെയുള്ള ഒരു ആഘോഷത്തിനുറപ്പിൻ്റെ ശബ്ദം. അത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വെച്ചതാണ്. അതുപോലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഫോട്ടോ സ്പോട്ടുകളുണ്ട്, ആക്ടിവിറ്റീസ് പലതുണ്ട്. ഇതൊക്കെ കണ്ട് എത്ര നേരം വേണമെങ്കിലും നമുക്ക് നടക്കാം. ഇടയ്ക്കൊക്കെ വിശ്രമിക്കാൻ ആവശ്യമായിട്ടുള്ള ബെഞ്ചുകളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ പിന്നെ അങ്ങോട്ട് അടുത്ത ഫ്ലോറ് താഴേക്ക് പോയപ്പോൾ വീണ്ടും ഡെക്കറേഷൻസ് കുറച്ചുകൂടെ റിച്ചായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റൂമുകളുള്ള ഹോട്ടൽ ഇവിടെ ഈ ഒരു ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉള്ളത്. അപ്പോൾ അവിടേക്കൊക്കെ നമ്മൾ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിവിടെ ഒരു മാളിൽ ഇതുപോലത്തെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും ആ ഡെക്കറേഷൻസിൻ്റെ ഒരു റിച്ച്നെസ്സാണ്. അപ്പോൾ കുറച്ചുകൂടെ ക്രിസ്മസ് അടുക്കുമ്പോഴേക്ക് ഉള്ള കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും വയ്യ. അത്ര മനോഹരമായിട്ടാണ് അവിടെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ എവിടെയും അങ്ങനെ വലിയൊരു ബഹളം, തിരക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം സമയമെടുത്ത് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഇതെല്ലാം ആസ്വദിക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ്. കണ്ടാലും നമുക്ക് മതിയാവാത്തത്ര മനോഹരമായ കാഴ്ചകൾ. ഇതാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു നേരിൽ കാണുന്ന ആ ഒരു ആംബിയൻസ്, ആ ഒരു ഭംഗി നമുക്ക് അതേപോലെ നമ്മുടെ ക്യാമറകൾ കൊണ്ട് ഒപ്പിയെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതിൽ പരമാവധി പറ്റുന്ന രീതിയിൽ, കാരണം ഒരിക്കലും അവിടെ നിന്ന് കണ്ട് നമ്മളിങ്ങനെ തിരിച്ച് പോന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഷൂട്ട് ചെയ്തു എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി ഒപ്പം തന്നെ അവിടെ ഒരു കാസിനോ ഉണ്ട്. കാസിനോടൊപ്പം നല്ല വിഷയമാണ്. ഇത് കാണിക്കുന്ന പോലെ തന്നെയാണ് നമ്മളെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന ഒരുപാട് ഗെയിംസാണ് അതിലുള്ളത്. ഒരുപാട് പ്രായമുള്ള ആൾക്കാർ അവിടെ പോയിട്ട് പിന്നെ ഇങ്ങനെ പൈസ വെച്ചിട്ട്
അപ്പോൾ നമ്മുടെ രൂപയും റിങ്കറ്റും തമ്മിലുള്ള വ്യത്യാസമൊക്കെ അറിയാമല്ലോ. പക്ഷേ അവിടെ ആൾക്കാർ ഇത് പുല്ലുപോലെ പൈസ മുടക്കി കളിക്കുന്നതും ATM നിന്ന് വീണ്ടും പൈസ എടുത്തുകൊണ്ട് വരുന്നതും അടുത്ത ആൾക്കാരോട് കടമായി കളിക്കുന്നതൊക്കെ കുറച്ച് നേരം നോക്കി. അപ്പോൾ വൈകുന്നേരമായി അപ്പോഴേക്ക് പിന്നെ നമ്മൾ മല ഇറങ്ങാൻ തുടങ്ങി. അവിടെ ഏതാണ്ട് പകുതി ഈ വരുന്നത് വരെ നല്ല കോടമഞ്ഞൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു യാത്ര സംഘടിപ്പിച്ചത് യാത്രാനന്ദയാണ്. അപ്പോൾ യാത്രാനന്ദയ്ക്ക് എല്ലാ നന്ദിയും അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം അത്ര മെസ്മറൈസിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ജെൻറ്റിങ് ഹൈലാൻഡ്സിൽ. നിങ്ങൾ മലേഷ്യയിലൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായും പോയിരിക്കേണ്ട, കണ്ടിരിക്കേണ്ട, അനുഭവിക്കേണ്ട ഒരു സ്ഥലമാണ്.